നെക്സ്റ്റ് പോകുന്നത് ഡോക്ടർ സ്റ്റോർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 3 20ാമത്തെ എപ്പിസോഡ്. സപ്പോർട്ടൊക്കെ ഭയങ്കര കുറവാണ്. സോ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാണുന്നവരെല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാണുന്നവരെല്ലാവരും ഒന്ന് കമന്റ് ഒക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കുക. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് മുന്നോട്ട് തുടരാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു വിശ്വസിക്കുന്നില്ല. നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. നമ്മുടെ ക്രോമിനെ സേക്കു റിവൈവ് ചെയ്യുകയാണ്. നീ ഇപ്പൊ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു എന്നുമായിട്ട് നമ്മുടെ ക്രോം അവിടെ കിടന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയക്ക് നന്ദി എന്നുമായിട്ട് നമ്മുടെ സേക്കു ഒരു ഹൈ ഫൈ കൊടുക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഒരുപാടധികം റിവൈവ് ഫ്ലൂയിഡ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മോഡറേറ്റ് ആയിട്ട് തന്നെ റിവൈവ് ചെയ്യണം എന്ന് നമ്മുടെ സേക്കു പറയുന്നു. നമുക്ക് വിശക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ആരെങ്കിലും റിവൈവ് ചെയ്യണം എന്ന് പറയുന്നു. ഫുഡ് ഉണ്ടാക്കുന്നതിന് റിസോഴ്സസ് വേണം. സോ റിസോഴ്സസ് എവിടെയാണെന്ന് അറിയാവുന്നത് ഒരാൾക്ക് മാത്രം. സോ നമ്മുടെ സേക്കു അമാലിസിസിനെ റിവൈവ് ചെയ്യുകയാണ്. റിസോഴ്സസ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവർക്ക് സ്ട്രെങ്ത് ഉള്ള ഒരാളെ വേണം. സോ അതിനുവേണ്ടി ഇവരാണെങ്കിൽ തൈജുവിനെ റിവൈവ് ചെയ്യുകയാണ്. സോ അങ്ങനെ നമ്മുടെ തൈജു റിസോഴ്സസ് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണ്. ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ സേക്കു ഫ്രാൻജുവിനെ റിവൈവ് ചെയ്യുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു റൂറിയുടെ അടുത്ത് നിന്ന് കോൾ വരുന്നത്. എന്നാൽ അതിന്റെ അതിൽ ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് എടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല എന്ന് നമ്മുടെ സേക്കു പറയും. നമ്മളെല്ലാവരും ഓക്കെ ആയിരിക്കും എന്ന് അറിയാൻ വേണ്ടി ആയിരിക്കും വിളിക്കുന്നത് എന്ന് നമ്മുടെ തൈജു പറയുന്നു. ഇത് കേട്ട് അക്രോം പറയുകയാണ്, റൂറി ഒരിക്കലും അങ്ങനത്തെ ഒരാളല്ല, നമ്മൾ വളരെയധികം ഇവിടെ ബിസി ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മളെ വെറുതെ വിളിച്ച് ശല്യപ്പെടുത്തേണ്ടതായിരിക്കും റൂറി വിചാരിക്കും. പറയുന്നുണ്ടെങ്കിൽ ഇവനും റൂറിയും തമ്മിൽ ലവിലാണോ എന്ന് അമാലിസിസ് ചോദിക്കുകയാണ്. പറഞ്ഞാൽ അത് സേക്കുവിന്റെ എക്സ് വൈഫ് ആണ് എന്ന് ഫ്രാൻജോ പറയുന്നു. സേക്കു എന്ത് നീ അതിനിടയ്ക്ക് കല്യാണം കഴിച്ചോടാ എന്ന് നമ്മുടെ തൈജു ചോദിക്കുന്നു. നീ പറഞ്ഞ ശരിയാ, പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഡിവോഴ്സ് ചെയ്തു. എനിക്കിതിൽ തലയ്ക്ക് അസുഖം ഉണ്ടോ, നീ കല്യാണം കഴിച്ച് അതിൻ്റെ ഡിവോഴ്സും ചെയ്തു എന്ന് നമ്മുടെ തൈജു ദേഷ്യപ്പെട്ട് നമ്മുടെ സേക്കുവിനോട് ചോദിക്കുന്നു. കേട്ടിട്ട് നമ്മുടെ അമാലിസിന് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രോം പിന്നെ പറഞ്ഞു തരാമെന്ന് പറയുന്നു. ഇവർക്ക് എങ്ങനെയെങ്കിലും ഒക്കെ റൂറിനെ കോൺടാക്ട് ചെയ്യണം. സോ അതിന്റെ ഡിവൈസ് ഷിപ്പിന്റെ അതിലുണ്ടെന്ന് പറഞ്ഞ് അവരെല്ലാവരും ചെന്ന് നോക്കുന്ന സമയത്ത് ഷിപ്പ് മൊത്തം നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. കണ്ടിട്ട് ബാർക്കിന്റെ അടുത്ത് നമ്മുടെ ക്രോമിന് ഒരുപാടധികം ദേഷ്യം വരികയാണ്. ഇതൊന്നും കണ്ടിട്ട് നിനക്ക് ദേഷ്യം വരുന്നില്ലേ എന്ന് നമ്മുടെ തൈജു ചോദിക്കുന്ന സമയത്ത് ഇത് കണ്ട് ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവും ഇല്ലാക്കാലേ നമ്മുടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടും. സമയത്ത് തന്നെ നമ്മുടെ സേക്കു ആണെങ്കിൽ എല്ലാ ആൾക്കാരെയും റിവൈവ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ ആൾക്കാരും വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. കാരണം ഈ ബാറ്റിലും അവർ ജയിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് റിവൈവ് ആയി വന്നോടനെ തന്നെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഷിപ്പ് റിപ്പയർ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. റിവൈവ് ചെയ്തപ്പോൾ തന്നെ പണി തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗന്നൊക്കെ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ നമ്മുടെ തൈജു ആണെങ്കിൽ പെട്രിഫൈ ആയി കിടക്കുന്ന പോലീസ്മാനെ വെള്ളത്തിനടിയിൽ പോയി എടുക്കുകയാണ്. സോ അതേ സമയത്ത് തന്നെ അവിടെ കിരസാമി കിടക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ കിരസാമിനെയും നമ്മുടെ തൈജു ആ വെള്ളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വരികയാണ്. റിവൈവ് ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാഗ്മ ഇവളെ അരിയാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ സേക്കു ഒന്നും ചിന്തിക്കാതെ തന്നെ അവളെ അങ്ങ് റിവൈവ് ചെയ്യുകയാണ്. ആർക്കാണ് ഇവളെ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് ഇവളെ ഇങ്ങനെ ആക്കി മാറ്റിയത്? നോക്കുന്ന സമയത്ത് ഇവൾ ഉറപ്പായിട്ട് നല്ലവളായിരിക്കും എന്ന് നമ്മുടെ സേക്കു പറയുന്നു. അത് തന്നെ എന്നെ റിവൈവ് ചെയ്തത് കൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും എന്ന് നമ്മുടെ കിരസാമി സേക്കുനോട് ചോദിക്കുന്നു. ചുരുങ്ങിയേറ്റക്കാരായിട്ട് വന്ന എന്റെ ഫ്രണ്ട്സിനെയൊക്കെ പെട്രിഫൈ ചെയ്ത് നിങ്ങൾ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് നമ്മുടെ സേക്കു ചോദിക്കുന്നു. തന്നെ നമ്മുടെ കിരാസാമി കാണിച്ചു കൊടുക്കും. നമ്മുടെ സേക്കു കീനറോനെ റിവൈവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ കീനറോയുടെ മുറിവുകളൊക്കെ ഹീലാവുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ആകുമെന്ന് നമ്മുടെ സേക്കു പറയുന്നു. നമ്മുടെ കീനോ റിവൈവ് ആകുകയാണ്. എന്റെ മുറിവന്തി അത് ശരിയായി ഗൈസ്, ഞാൻ നിങ്ങളെ എല്ലാവരെയും മിസ് ചെയ്യും. കൊഹാക്കു എന്നിട്ട് നമ്മുടെ കൊഹാക്കുവിനെ ഹഗ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിലും നമ്മുടെ കൊഹാക്കു അവനെ അടിച്ച് തറയിലിടുകയാണ്. ഒരിക്കലും മാറത്തില്ല, എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമ്മുടെ ക്രോം പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ കൊഹാക്കു പോയിട്ട് സേക്കുവിനെ ഹഗ് ചെയ്യുകയാണ്. ഇവർ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാൻ വേണ്ടി പോകുകയാണോ എന്ന് നമ്മുടെ ഗെന്ന് ചോദിക്കുന്നു. കേട്ടിട്ട് അമാലിസിസ് പറയുകയാണ്, ഒരിക്കലും അവർ അങ്ങനെ അല്ലായിരിക്കും ചിന്തിക്കുന്നത്. എല്ലാവരും കൂടെ ചേർന്നിട്ട് കിൻഡോ സയൻസിന്റെ വിക്ടറി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉറാഷി മാഗ്മയും കൂടെ ചേർന്നിട്ട് പഞ്ചിന് വേണ്ടി റെഡിയാക്കിയാണ്. സോ വില്ലേജിനകത്തുള്ള കുറച്ച് പേരെയും കൂടെ നമ്മുടെ സേക്കു ടീം റിവൈവ് ചെയ്തിട്ടുണ്ട്. അതിനെ തോൽപ്പിക്കാൻ വേണ്ടി പ്ലാൻ ഒക്കെ ഇട്ടത് ഞാനാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കീനർ അങ്ങ് തെള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരം തന്നെ നമ്മുടെ സ്വീക്ക് അങ്ങോട്ട് വന്നിട്ട് സേക്കു ബാക്കിയുള്ളവർ എവിടെയാണെന്ന് ചോദിക്കുന്നു. നോക്കുന്ന സമയത്ത് നമ്മുടെ സേക്കും ബാക്കിയുള്ളവരും കൂടെ ചേർന്നിട്ട് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഫിക്സ് ചെയ്യുകയാണ്. ഇനി വില്ലേജ് കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സേക്കു ആണെങ്കിൽ റൂറിനെ കോൺടാക്ട് ചെയ്യുകയാണ്. സേക്കു, നീ കോൾ ചെയ്യുന്നതിന് എന്തോ ഒരു കാരണം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ നിന്നെ തിരിച്ചു വിളിക്കുന്നത്. എന്താ പ്രശ്നം? എക്സ് വൈഫിനെ വിളിച്ചിട്ട് ഒരു ആയി പോലും പറയാതെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്ന് നമ്മുടെ അമാലിസിസ് മനസ്സിൽ ചിന്തിക്കുന്നു. ഒരു സിഗ്നൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തത്. ഇനി ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവരുടെ കമ്മ്യൂണിക്കേഷനിലേക്ക് ഒരു സിഗ്നൽ വരികയാണ്. വൈമാനാണോ എന്നുമായിട്ട് നമ്മുടെ കെന്റ് മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്തോ സംസാരിക്കുകയാണോ എന്ന് നമ്മുടെ സേക്കു പറയുന്നു. സിഗ്നലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവൻ എന്താണ് പറയാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് അവർ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. 1,800,000 മീറ്റർ സിഗ്നൽ പറയുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ കൊഹാക്കു അവിടെ നിന്ന് മാറുകയാണ്. കൊഹാക്കു സ്പീക്കറിന്റെ അതി വരുന്ന ശബ്ദം കേട്ടിട്ട് നീ വെറുതെ പേടിക്കാതെ എന്ന് നമ്മുടെ സേക്കു പറയുന്നു. അപ്പൊ ഇതിനെല്ലാത്തിനെയും പുറകെ ആ വൈമാനാണ്. പിന്നെ അതെന്തോ 12,800,000 മീറ്റർ, ഈ മൊത്തം എർത്തിന്റെ ഡയമീറ്റർ ആണ് എന്ന് നമ്മുടെ സേക്കു പറയുന്നു. അതല്ല സേക്കു, ഈ വോയിസ് ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് എന്ന് നമ്മുടെ ഓക്കിയോ പറയുന്നു. അത് നിന്റെ തന്നെയാണ് സേക്കു എന്ന് നമ്മുടെ ഓക്കിയോ പറയുന്നു. 12,800,000 മീറ്റർ പറഞ്ഞത് സേക്കുവിന്റെ വോയിസിൽ തന്നെയായിരുന്നു. കേൾക്കുന്ന സമയത്ത് തന്നെ എല്ലാ ആൾക്കാരും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. സേക്കു ഒരു മാഡ് സയന്റിസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. സോ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും ഒരു ബാഡ് ആയിട്ടുള്ള ഒരാളാകത്തില്ലെന്ന് ബാക്കിയുള്ളവർ പറയുന്നു. ഈ സേക്കു അഥവാ ഇനി ടൈം ട്രാവൽ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിലും ഫ്യൂച്ചറിലുള്ള സേക്കു എന്തുകൊണ്ടും ഡിവൈസ് ഒക്കെ കണ്ടുപിടിക്കും. സോ അതുപോലെ തന്നെ ടൈം ട്രാവൽ ചെയ്ത് വന്നിട്ട് പിന്നെ എല്ലാവരും പെട്രിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കുമോ? ഓരോ ആൾക്കാരും ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സേക്കുവിന്റെ വോയിസിൽ തന്നെ ഇത് പറയാൻ വേണ്ടിയുള്ള ഒരു കാര്യം നമ്മുടെ ഇടയിൽ കൺഫ്യൂഷൻ വരുത്താൻ വേണ്ടിയാണ്. ഇതൊക്കെ സംഭവിച്ചാൽ അവനെ നമ്മൾ
നമ്മൾ കണ്ടുപിടിച്ച് അവനെ തീർത്തിരിക്കും എന്ന് നമ്മുടെ റിയൂഷി പറയുകയാണ്. സോ സെയിം സംഭവം തന്നെ പിന്നെ റിപ്പീറ്ററായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മുടെ സേക്ക് പറയുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഓക്യു ആണെങ്കിൽ ആ വോയിസ് നല്ല രീതിയിൽ തന്നെ നിരീക്ഷിക്കുകയാണ്. ഒറിജിനൽ വോയിസ് അല്ല, പകരം ഇതൊരു സിന്തറ്റിക് വോയിസ് ആണ് എന്ന് നമ്മുടെ ഓക്യു പറയുന്നു. എനിക്ക് ഉറപ്പായിട്ടും പറയാൻ വേണ്ടി സാധിക്കും ഇതൊരു സിന്തറ്റിക് വോയിസ് ആണ് എന്ന് നമ്മുടെ ഓക്യു പറയുകയാണ്. തന്നെ എല്ലാ ആൾക്കാരും കൺഫ്യൂഷൻ ആകുകയാണ്. സോ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഗെന്നെ ഇത് എങ്ങനെയാണെന്ന് ചോദിക്കാനാണ് ഉള്ളതെന്നല്ല ഇവിടെ കാര്യം. എന്തിനാണ് മാത്രമല്ല ഇത് ആരാണ് ചെയ്യുന്നത്, ആരാണ് ഇവൻ എവിടെ ഇരുന്നാണ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ഇവൻ ചെയ്യുന്നത്, എല്ലാം കണ്ടുപിടിച്ച് അവനെ തീർത്തിരിക്കും എന്ന് നമ്മുടെ റിയൂഷി പറയുന്നു. ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. പെട്രിഫിക്കേഷൻ വെപ്പൺ ഉണ്ടാക്കിയത് ആരാണ്, അഥവാ ഇത് വൈമാൻ ആണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അവൻ ഒരുപാടധികം ബുദ്ധിമാനായിരിക്കും. അവൻ എന്തിനു വേണ്ടിയാണ് ഈ ഐലൻഡിൽ ആ പെട്രിഫിക്കേഷൻ വെപ്പൺ ഇട്ടിരുന്നത് എല്ലാവരും ചിന്തിക്കുകയാണ്. സോ ഈ പെട്രിഫിക്കേഷൻ വെപ്പണെ കുറിച്ച് കുറച്ചും കൂടി ഇവർക്ക് അറിയാൻ വേണ്ടി സാധിച്ചാൽ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് നമ്മുടെ സേക്ക് പറയുന്നു. സോയോസ് ഞാനിത് എവിടെ വെച്ചോ കൊച്ചിനെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഇവരുടെ കോമൺ എനിമി ആയതുകൊണ്ട് തന്നെ കൊഹാക്കും അതുപോലെ നെക്കിരാസാമിയും ഫൈറ്റ് ചെയ്ത് ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നു. നേരത്തെ എന്നോട് ഫൈറ്റ് ചെയ്ത സമയത്ത് ഇത്ര സ്ട്രോങ് അല്ലായിരുന്നു എന്ന് നമ്മുടെ കിരാസാമി പറയുന്നു. അന്നേരം ഞാൻ ഇട്ട ഡ്രസ്സ് കാരണമാണ് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പ്രോപ്പറായിട്ട് സാധിക്കാഞ്ഞത് എന്ന് നമ്മുടെ കൊഹാക്കു പറയുന്നു. ഫൈറ്റിംഗ് ഒക്കെ കണ്ടിട്ട് ഇത് വളരെയധികം ഡേഞ്ചറസ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കീനോ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. സമയത്ത് തന്നെ ഇവരൊന്നും കാണാത്ത ഒരു പെട്രിഫൈ ആയ മനുഷ്യന്റെ സ്റ്റാച്ചു അങ്ങോട്ട് നമ്മുടെ കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇവർക്കൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ പുള്ളിക്ക് കൈയില്ലെന്ന്. സോ അതേ സമയത്ത് തന്നെ സോയോസ് കൈയും കൊണ്ടിരുന്നു. അതേ സമയത്തായിരുന്നു നമ്മുടെ സേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ആ കയ്യിലാണെങ്കിൽ പെട്രിഫിക്കേഷൻ വെപ്പന്റെ ഒരു ടാറ്റു അടിച്ചു വെച്ചിട്ടുണ്ട്. ഇവരെങ്ങനെ പെട്രിഫിക്കേഷൻ വെപ്പനെ കുറിച്ച് അറിയാം. സോ അതുകൊണ്ട് തന്നെ ഇവനെ റിവൈവ് ചെയ്യാമെന്ന് അവരെല്ലാവരും തീരുമാനിക്കുകയാണ്. ഇവനെ നമ്മുടെ സേക്ക് റിവൈവ് ചെയ്യുകയാണ്. കല്ലിന്റെ ലെയർ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ സേക്കിന് ഒരു കാര്യം മനസ്സിലാക്കിയാണ്, ഇവന് ഒരുപാടധികം വർഷങ്ങൾക്ക് മുമ്പാണ് കല്ലായി മാറിയിട്ടുള്ളതെന്ന്. കല്ലായി മാറിയ സമയത്ത് തന്നെ എന്റെ ജീവിതം തീർന്നെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നിങ്ങളെല്ലാവരും എന്നെ തിരിച്ചു കൊണ്ടുവന്നു. നിങ്ങൾ എന്റെ ജീവൻ രക്ഷപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നു. സ്പീച്ചെല്ലാം നിർത്തിയിട്ട് ഞാൻ പറയുന്നതിന് നിങ്ങൾക്ക് ഉത്തരം തരാൻ വേണ്ടി സാധിക്കുമോ എന്ന് നമ്മുടെ സേക്ക് എന്നെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ വയ്യ, എന്നെ അങ്ങ് വിട്ടേക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കീനറോ പുതുതായിട്ട് പെട്രിഫൈ ആയ വന്ന ആളാണെങ്കിൽ നമ്മുടെ കീനറോനെ കണ്ടിട്ട് മാസ്റ്റർ എന്ന് വിളിക്കുന്നു. രക്ഷപ്പെടുത്താന്ന് പറഞ്ഞിട്ട് പുതുതായിട്ട് വന്ന ആളാണെങ്കിൽ നമ്മുടെ കിരാസാമിനെയും അതുപോലെ കൊഹാക്കുനെ അടിച്ച് തറലിടുകയാണ്. എന്നാലും ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോയാൽ എന്നോട് ക്ഷമിക്കുക എന്ന് അങ്ങേര് പറയുന്നു. സേക്ക് പറയുകയാണ് ഇവൻ മാസ്റ്റർ ഒന്നും അല്ല, ഇവനൊരു ബോഡി ഗാർഡാണ് എന്ന് സേക്ക് പറയുന്നു. കാണുന്ന സമയത്ത് ഇവനെ മാസ്റ്ററിനെ പോലാണുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇവൻ മാസ്റ്ററിന്റെ കുടുംബത്തിൽപ്പെട്ടതാണ്. മാസ്റ്ററിന്റെ റീഇൻകാർണേഷൻ ആകാൻ സാധ്യതയുണ്ട് എന്ന് ആ പുള്ളി പറയുന്നു. മാസ്റ്റർ പറഞ്ഞ എന്ത് കാര്യവും ഞാൻ അനുസരിക്കുമെന്ന് പറയുന്നു. അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മുടെ കീനറോ പറയും. ശരി, ഞാൻ എന്റെ കഥ പറയാം എന്ന് പുതിയതായിട്ട് റിവൈവ് അയാൾ പറയുക. ഈ ഐലൻഡിൽ വളരെയധികം ഹാപ്പി ആയിട്ട് ജീവിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ആകാശത്തിൽ നിന്ന് ഒരുപാട് കല്ലുകൾ താരി വേണ്ടി ഞങ്ങൾ എല്ലാവരെയും കല്ലാക്കി മാറ്റാൻ വേണ്ടി തുടങ്ങിയത്. അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന സമയത്തായിരുന്നു നിങ്ങൾ എന്നെ റിവൈവ് ചെയ്യുന്നത്. ആകാശത്തിൽ നിന്ന് വീണത് ഒരു കിടിലൻ ഇൻഫർമേഷൻ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് നമ്മുടെ സേക്ക് പറയും. കാര്യം കേട്ടിട്ട് പോടാ എന്ന് നമ്മുടെ അനാലിസിസ് പറയുന്നു. ഈ ഇൻഫർമേഷൻ തന്നെ ധാരാളമായിട്ട് നമ്മുടെ സേക്കു അവിടെ നിന്ന് ഓടി ലാബിലേക്ക് പോവുകയാണ്. സോ ഇത് കാണുന്ന ബാക്കിയുള്ളവരെല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. സേക്കു ആണെങ്കിൽ കോപ്പർ പാനൽ ആർമയുടെ എതിരെ യൂസ് ചെയ്യാൻ വേണ്ടി നീ ഉണ്ടാക്കിയതല്ലേ എന്ന് നമ്മുടെ ക്രോം ചോദിക്കുന്നു. അത് യൂസ് ചെയ്തിട്ട് ഒരു പാരാബോണിക് ആന്റിന നമ്മുടെ സേക്കു ഉണ്ടാക്കുകയാണ്. ഫ്ലൈറ്റുള്ള ആന്റിന യൂസ് ചെയ്തിട്ട് ഈ സിഗ്നൽ എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമ്മുടെ ഓക്കിയോ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഈ സിഗ്നൽ വരുന്നത് ആകാശത്തിൽ നിന്നാണ്. അത് മാത്രമല്ല ഇത് ഒരുപാടധികം കിലോമീറ്റർ ദൂരെ നിന്നാണ് വരുന്നത്, പക്ഷേ ഒത്തിരി ദൂരെയുമല്ല നമ്മുടെ ഓക്കിയോ പറയുകയാണ്. സോ ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമ്മുടെ ക്രോം ചോദിക്കുന്ന സമയത്ത് ഒരുപാടധികം കിലോമീറ്റർ ദൂരെയാണെങ്കിലും അത് ഒത്തിരി ദൂരെയുമല്ല, ഇത് മൂണിൽ നിന്നാണ് വരുന്നത് എന്ന് നമ്മുടെ സേക്കു പറയുന്നു. മൂണിൽ നിന്ന് സിഗ്നൽ വരുന്നു എന്ന് വേണ്ടി എല്ലാ ആൾക്കാരും ഷോക്ക് ആകുകയാണ്. ഇനി നമ്മുടെ അടുത്ത മിഷൻ റെഡി ആകാൻ വേണ്ടിയുള്ള ടൈം ആയി എന്ന് നമ്മുടെ സേക്കു പറയുന്നു. സേക്കു ഇതൊരു സ്റ്റോൺ ഏജാ, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ് നീ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യം തന്നെ. നമ്മുടെ അടുത്ത മിഷൻ മൂണിലേക്ക് പോകണമെന്നുള്ളതാണ് എന്ന് നമ്മുടെ സേക്കു പറയുന്നു. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇത് ഒരുത്തൻ സിഗ്നൽസ് ഒക്കെ ഒരു ടൈം ഗ്യാപ്പിൽ ഇട്ടിട്ട് റിപ്പീറ്റഡ് ടൈമിൽ വരുന്നത് പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സിഗ്നലിൽ തന്നെ പറയുന്നത് എർത്ത് മുഴുവനായിട്ട് കല്ലായിട്ട് മാറ്റാൻ വേണ്ടിയുള്ള മീറ്റേഴ്സിലും സെക്കൻഡ്സിലുമാണ്. മാത്രമല്ല ഈ സിഗ്നൽ വരുന്നത് നമ്മുടെ സേക്കുവിന്റെ വോയിസിൽ. മാത്രമല്ല എന്തിനു വേണ്ടിയായിരിക്കും നമ്മുടെ സേക്കുവിന്റെ വോയിസിൽ ആ സിഗ്നൽ വരുന്നത്. മാത്രമല്ല നമ്മുടെ സേക്കു മൂണിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. സോ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വരുന്ന എപ്പിസോഡിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. മാത്രമല്ല ഈ സീസൺ 3 അതിൽ ഇനി വെറും 2 എപ്പിസോഡ്സും കൂടെ ഉള്ളൂ. സോ അത് കഴിയാൻ നേരത്ത് സീസൺ 3 അവസാനിക്കുന്നതായിരിക്കും. സീസൺ 4 ഉണ്ട് ആൻഡ് സീസൺ 4 ആണ് ഫിനാലെ. സീസൺ 4 ഞാൻ ചെയ്യണമെങ്കിൽ സീസൺ 3 എന്തുവാണെങ്കിലും ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. സീസൺ 4 ഞാൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഞാൻ ഇടുന്ന എപ്പിസോഡ്സിനൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ സീസൺ 4 ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, സീ യു.